നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമയത്ത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കിഡ്നി റിലേറ്റഡ് ആയിട്ട്, അതായത് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ചധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതിൽ തന്നെ ഒരു 90% ആളുകൾ എടുത്താൽ കാണാൻ പറ്റും, ഈ 90% ആളുകൾക്ക് അറിയില്ല അവരുടെ ശരിക്കും കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ കിഡ്നി ശരിക്കും നന്നായിട്ട് ഫംഗ്ഷൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് അവർക്ക് അറിയില്ല. ചില ആളുകളെ കാണാം, ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇവിടെ ഒരു 7 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഈ 7 ലക്ഷണങ്ങൾ നിങ്ങൾ സ്പെഷ്യലി ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ ഇപ്പൊ ചെറുപ്പം മുതലേ പല കിഡ്നി പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നതാണ്. പക്ഷെ എന്നാലും കൂടുതൽ നിങ്ങൾ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളൊരു കാര്യം. അതുപോലെ വീഡിയോയുടെ അവസാനം ഞാൻ കുറച്ചൊരു സിമ്പിൾ ആയിട്ടുള്ള ടിപ്സും പറഞ്ഞു തരുന്നുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. അത് നമ്മുടെ കിഡ്നീനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അവസാനമായിട്ട് പറയുന്നുണ്ട്. എല്ലാ അറിവും ലഭിക്കാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ഒരു സ്റ്റേജിലൊക്കെ നമ്മുടെ കിഡ്നിയിൽ ഇപ്പൊ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലൊന്നും ആവില്ല. കാരണം പ്രത്യേകിച്ച് ഒരു സിഗ്നൽസും നമ്മുടെ ശരീരത്തിൽ കിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 80% കിഡ്നി ഡാമേജ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഞാൻ ഇവിടെ ഈ പറയാൻ പോകുന്ന രീതിയിൽ എന്തെങ്കിലും സിഗ്നൽസ് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് കുറച്ചൊന്ന് മുൻകരുതൽ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കിഡ്നീനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ കിഡ്നി ടെസ്റ്റുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളൊന്ന് മനസ്സിലാക്കുക കിഡ്നിയുടെ ഫംഗ്ഷൻ ശരിയാണോ അല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ലക്ഷണമാണ് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന സമയത്ത് മൂത്രത്തിൽ നന്നായിട്ട് പത പോലെ അല്ലെങ്കിൽ മൂത്രത്തിൽ ബ്ലഡ് വരിക. കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഒരു വ്യക്തി ഒരു ദിവസത്തിൽ ഒരു 6 മുതൽ 10 വട്ടം വരെയാണ് യൂറിൻ പാസ് ചെയ്യാൻ പോവുക. പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഒരു വ്യക്തിയുടെ യൂറിന്റെ ഫ്രീക്വൻസി പെട്ടെന്ന് കൂടുക അല്ലെങ്കിൽ കുറഞ്ഞു വരിക, ഇത് നമുക്കൊരു വാർണിംഗ് സൈൻ ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. ചില ആളുകൾക്ക് ഇങ്ങനെയും കാണാൻ പറ്റും, യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നല്ലൊരു ടെൻഡൻസി ഉണ്ടാകും, പക്ഷെ അവർക്ക് പോയി നിൽക്കുന്ന സമയത്ത് കുറച്ചായിട്ട് യൂറിൻ പോവുക. ഇതും ചില സമയങ്ങളിൽ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മുടെ കിഡ്നി ഉണ്ടല്ലോ, ശരിക്കും അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പിന്നില് 2 സൈഡിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കിഡ്നിയുടെ ശരിയായിട്ടുള്ള പ്രവർത്തനം എന്താണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പുറന്തള്ളുന്നതിനും യൂറിക് ആസിഡ് പോലെയുള്ള കാര്യത്തിനൊക്കെ പുറന്തള്ളുക, ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മിനറൽസ്, വൈറ്റമിൻസ്, അതുപോലെ സോഡിയം, ഇതിനൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതും കിഡ്നി വഴിയാണ്. കിഡ്നി നോർമലായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോർമൽ ആവും, നമ്മുടെ BP ഒക്കെ നല്ല നോർമൽ ആയിട്ട് നിൽക്കും. പക്ഷെ കിഡ്നിയിൽ എന്തെങ്കിലും തകരാറ് വന്നു, കിഡ്നിയുടെ ഫംഗ്ഷൻ ശരിയായിട്ട് നിൽക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ കൂടാനും കുറയാനുള്ള ഒക്കെ സാധ്യതയുണ്ട്. BP നന്നായിട്ട് ഷൂട്ട് ആവും, അതുപോലെ തന്നെ BP നന്നായിട്ട് കുറഞ്ഞു പോവും, അതുപോലെ ശരീരത്തിൽ നന്നായിട്ട് നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മറ്റു പല അവയവങ്ങളെ, ഓർഗൻസിനെ ഇത് ബാധിക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. ഈ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഈ ബ്ലഡ് വരുന്നത്, രക്തം വരുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കിഡ്നിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുണ്ടാകും. അതുപോലെ കിഡ്നിയിൽ എന്തെങ്കിലും ട്യൂമർ പോലെയുള്ള കണ്ടീഷൻസിലോ, കിഡ്നിയിൽ കല്ലുണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആകുന്ന സമയത്തും ഇത്തരത്തിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അവരുടെ യൂറിൻ നന്നായിട്ടൊരു ബ്രൗൺ കളർ പോലെ, അല്ലെങ്കിൽ ശരിക്കും രക്തം ഉള്ളത് പോലെയൊക്കെയാണ് അവരുടെ യൂറിൻ ഉണ്ടാകുക. വേറൊരു കണ്ടീഷനാണ് മൂത്രമൊഴിക്കുന്ന സമയത്ത് പത കാണുക. യൂറിനിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങുമ്പോഴാണ് ഈ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ക്ലോസറ്റിൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ കുമിളകൾ പോലെ, ഇങ്ങനെ ബബിൾസ് പോലെ പത നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ യൂറിനിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളത് കാണുന്നത്. ഈ ലക്ഷണങ്ങൾ കൂടുതലായിട്ടും എപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഇങ്ങനെ കൂടി വരികയാണെങ്കിൽ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. നിങ്ങൾ എന്തായാലും ഒരു കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ USG, നമ്മുടെ സ്കാനിങ് ഒക്കെ ചെയ്ത് നിങ്ങളൊന്ന് നോക്കുക കിഡ്നിയുടെ ലെവൽ എന്താണ്, എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാതിരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് ഇപ്പോഴും ക്ഷീണം നന്നായിട്ട് തോന്നുക. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിഡ്നി വഴിയാണ് നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് മുഴുവൻ പുറത്തേക്ക് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിഡ്നി നമ്മുടെ ശരീരത്തിലെ വേസ്റ്റിന് പുറത്ത് കളയുന്ന ഒരു കാര്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ കിഡ്നിയുടെ പ്രവർത്തനം പതുക്കെ കുറഞ്ഞു വരുമ്പോൾ എന്താ ഉണ്ടാകുക, ശരീരത്തിലുള്ള വേസ്റ്റിന്റെ അളവ് പതുക്കെ കൂടും. അങ്ങനെ ഈ വേസ്റ്റ് മുഴുവൻ നേരെ പോകുന്നത് ബ്ലഡിലേക്കായിരിക്കും. അപ്പൊ ബ്ലഡിൽ ഇത്രയും വേസ്റ്റിന്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ അളവ് പതുക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടുമ്പോഴല്ലേ നമുക്കൊരു ദിവസത്തിലുള്ള എനർജി നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഫുൾ ഡേ ഇപ്പോഴും നന്നായിട്ടൊരു ക്ഷീണം പോലെ, നമുക്കൊരു കാര്യങ്ങൾ നമ്മുടെ നിത്യേന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വരെ ചെയ്യാനായിട്ട് തോന്നുന്നില്ല, ഒരു ലഥാർജി പോലെയായിട്ട് നമുക്ക് തോന്നും. ഈ ഒരു ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവുന്നതാണ്. കിഡ്നി കണ്ടീഷൻസിലും ഉണ്ടാകാറുണ്ട്, പക്ഷെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് നന്നായിട്ട് കുറഞ്ഞു വന്നെന്ന് വെക്കുക, ആ ഒരു കണ്ടീഷനിലും ചിലപ്പോൾ നന്നായിട്ട് നല്ലൊരു ക്ഷീണം ഉണ്ടാകും. പനി വരുന്ന സമയത്ത് ക്ഷീണം ഉണ്ടാവും. അങ്ങനെ പറയുന്ന പല കണ്ടീഷൻസിലും ക്ഷീണമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ക്ഷീണം ഡേ ബൈ ഡേ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ
നിങ്ങളുടെ നിങ്ങളുടെ യൂറിനിലും ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒന്നും കൂടിയാണ്. മൂന്നാമതായിട്ട് ശരീരത്തിൽ നീര് നന്നായിട്ട് കണ്ടുവരിക. കൂടുതലായിട്ട് നമ്മുടെ കാലുകളുടെ കണ്ണികളുടെ അവിടെ, കണ്ണിന്റെ അടിയിലൊക്കെ നന്നായിട്ട് നീർക്കിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. കൂടുതലായിട്ടും കാണാൻ പറ്റും, രാവിലെ എഴുന്നേറ്റ് വരുന്നൊക്കെ സമയത്ത് ചിലവരുടെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. തുടർച്ചയായിട്ട് കണ്ടുവരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ നിങ്ങളുടെ കിഡ്നികളിൽ എന്തെങ്കിലും തകരാറുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഈ നീർക്കെട്ട് വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ കിഡ്നി ഡാമേജ് ആകുന്ന സമയത്ത് സോഡിയത്തിന്റെ അളവ് നന്നായിട്ട് കൂടും. അപ്പൊ ഈ ഒരു സോഡിയം നന്നായിട്ട് കൂടി വരുന്ന സമയത്ത് അത് നീർക്കെട്ടായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കാണുക. അതുപോലെ തന്നെ ഈ നീർക്കെട്ട് ശരീരത്തിൽ ഇത്തരത്തിൽ കാണുന്ന നീര് നിങ്ങളുടെ ലിവറിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹാർട്ടില് ഞരമ്പുകളിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ നീർക്കെട്ട് കണ്ടുവരുന്നതാണ്. അപ്പോ ഈ ഒരു നീർക്കെട്ട് കിഡ്നി ഡാമേജ് ആവുന്നതുകൊണ്ട് മാത്രമല്ല ഈ ലക്ഷണങ്ങൾ കൊണ്ടും ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദിവസം 2 ദിവസം 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് ഇതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് കൂടി നോക്കുക. നാലാമത്തെ ഒരു സിഗ്നൽ ആണ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, അതായത് ശ്വാസം എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുക. ഈ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ കൂടുതൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഹാർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, ലങ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, ഈ ഒരു കണ്ടീഷനാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പക്ഷെ കിഡ്നി ഡാമേജ് ആകുന്ന സമയത്തും ഈ ഒരു ലക്ഷണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം കിഡ്നി ഡാമേജ് ആകുമ്പോൾ എന്താ ഉണ്ടാവുക, ശരീരത്തിലുള്ള വേസ്റ്റ് നമുക്ക് പുറത്ത് കളയാനായിട്ട് പറ്റില്ല. അപ്പൊ ശരീരത്തിൽ ജലാംശത്തിന്റെ അളവ് നന്നായിട്ട് കൂടും, നീർക്കെട്ടൊക്കെ ഉണ്ടാകും. അപ്പൊ നേരെ പോയിട്ട് സെറ്റിൽ ആവുന്നത് നമ്മുടെ ലങ്സിലായിരിക്കും. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു ഷോർട്ട്നെസ് പൊതുവെ കണ്ടുവരുന്നത് കൂടിയാണ്. അഞ്ചാമതായിട്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു ലക്ഷണമാണ് സ്കിന്നിൽ കാണുന്ന ഡ്രൈനെസ്സും അതുപോലെ തന്നെ ചൊറിച്ചില്. നമ്മുടെ കിഡ്നിയുടെ മെയിൻ ആയിട്ട് ഒരു ഫംഗ്ഷൻ എന്താന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡിനെ ക്ലീൻ ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു കിഡ്നി ഡാമേജ് ആകുമ്പോൾ ബ്ലഡിനെ നന്നായിട്ട് പ്യൂരിഫിക്കേഷൻ ചെയ്യില്ല, ക്ലീൻ ചെയ്യില്ല. അപ്പൊ അതെന്തുണ്ടാക്കുക, സ്കിന്നിൽ പോയിട്ട് സെറ്റിൽ ആക്കിയിട്ട് സ്കിന്നിൽ പല ചൊറിച്ചിൽ പോലെയുള്ള കാര്യങ്ങള്, ഡ്രൈനെസ് പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. പൊതുവേ ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, കൂടുതലും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ചെയ്യുന്ന ഒരു തെറ്റാണ്. സ്കിന്നിൽ ഇപ്പൊ ചൊറിച്ചിലൊക്കെ കണ്ടുവരുമ്പോൾ അവർ പറയുന്നത് എന്തെങ്കിലും അലർജി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരുന്നു പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കി മാറ്റുകയാണ് ചെയ്യുക. പക്ഷെ കൂടുതലും ഡയബറ്റിക് പേഷ്യൻസിന് ഇത്തരത്തിൽ സ്കിന്നിൽ നന്നായിട്ട് ചൊറിച്ചിൽ കൂടിക്കൂടി വരികയാണെങ്കിൽ നിങ്ങളും ഒന്ന് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ HbA1c ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. കാരണം ഈ ഒരു പ്രശ്നം കോമൺ ആയിട്ട് കണ്ടുവന്നിട്ട് ഇഗ്നോർ ചെയ്യുന്ന പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ആറാമതായിട്ട് പല പേഷ്യൻസും പറഞ്ഞു വരുന്ന ഒരു കണ്ടീഷനാണ് വായിൽ നന്നായിട്ട് ഒരു ബാഡ് ബ്രീത്ത് നന്നായിട്ട് ഉണ്ടാകുക, അതായത് പൊട്ട സ്മെല്ല് പോലെ വരിക. അതുപോലെ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് ഒരു മെറ്റൽ കഴിക്കുന്ന ഒരു ടേസ്റ്റ്, മെറ്റലിന്റെ ടേസ്റ്റ് പോലെയൊക്കെ വായിൽ വരിക എന്നൊക്കെ പറയും. ഇത് കൂടുതലായിട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ഡാമേജ് ആകുന്ന സമയത്ത് വേസ്റ്റ് ശരീരത്തിൽ കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇതും നമുക്കൊരു കിഡ്നി ഫംഗ്ഷൻ ഡിലേ ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. നമ്മുടെ അവസാനത്തെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് ഹൈ BP, ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ. നമുക്കൊരു ലക്ഷണമായിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഹൈ BP ഉണ്ട്, ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ചാൻസസ് ഉണ്ട് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാകാനായിട്ട്. ഒരു 40% കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർക്ക് ഹൈ BPയുടെ ഹിസ്റ്ററി ഉള്ള ആൾക്കാരായിരുന്നു. അതുപോലെ ഒരു 3 നിങ്ങൾ ഹൈ ഡയബറ്റിക് പേഷ്യൻസിനെ എടുത്ത് കാണാൻ പറ്റും, അതിൽ ഒരാൾക്കെങ്കിലും കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കിഡ്നി ഡാമേജ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ളവരാണ്. അപ്പോ നിങ്ങളുടെ ഷുഗർ ലെവൽ നിങ്ങൾ കൺട്രോൾ ചെയ്യാതെ ഇങ്ങനെ ഹൈ ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മുടെ ബ്ലഡിനെ തിക്കാക്കും. ബ്ലഡ് തിക്കാകുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ കിഡ്നി ഡാമേജ് ആവും, അതിലൂടെ നമ്മുടെ BP ഷൂട്ടായിട്ട് അങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഷുഗറും BPയും ഒരു നിസ്സാരക്കാരായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. പിന്നെ മറ്റൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയത്, ഇപ്പൊ നിങ്ങൾക്ക് BPക്ക് മരുന്നുണ്ട് അല്ലെങ്കിൽ ഷുഗറിന് മരുന്നൊക്കെ ഉള്ളവര് പല ആളുകളും ചെയ്യാറുണ്ട്, ഇപ്പൊ കൺട്രോൾഡ് ആണ് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് പതുക്കെ പതുക്കെ അവർ സ്വയമായിട്ട് മരുന്ന് അങ്ങ് നിർത്തും, ഡോക്ടർ പോലും കൺസൾട്ട് ചെയ്യില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്തായിരിക്കും ഇത് ഷൂട്ടായിട്ട് പോവുക. അങ്ങനെ നിങ്ങൾ ചെയ്യാതെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ടാപ്പർ ചെയ്ത് കൊണ്ടുവരാനും കൂടി നിങ്ങൾ നോക്കുക. ഇനി നമ്മുടെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് ഫേസ് ഒക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ മാറ്റാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ ഒരു ക്രോണിക് സ്റ്റേജിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും ആന്റി ഇൻഫ്ലമേറ്ററി അതുപോലെ തന്നെ ആന്റിബയോട്ടിക് പോലെയുള്ള മെഡിസിൻസ് കുറെ നാളുകളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതൊന്ന് കുറയ്ക്കാനായിട്ട് കൂടി നോക്കുക. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എടുക്കുന്നതിലൂടെയും നമ്മുടെ കിഡ്നിനെ ഡാമേജ് ചെയ്യാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഫാമിലിയിൽ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ട്, കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്, കിഡ്നി ഡാമേജ് ഉള്ള ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ
നിങ്ങൾ മാസത്തിൽ ഒരു വട്ടം അല്ലെങ്കിൽ വർഷത്തിലെങ്കിലും നിങ്ങളൊന്ന് കിഡ്നി ചെക്കപ്പ് ചെയ്യുക. അതായത് ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ പല USG സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് കൂടി നോക്കുക. നമ്മൾ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. വൺസ് കയ്യിന്ന് പോയി കഴിഞ്ഞാൽ കയ്യിന്ന് പോയി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നു മുതൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് അതിനുള്ള കാര്യങ്ങളൊന്ന് ഇന്നു മുതൽ ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. ചെക്കപ്പുകളൊക്കെ ചെയ്യുക, ഡോക്ടർക്ക് കൺസൾട്ട് ചെയ്യുക, നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഡയറ്റ് സ്റ്റൈലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എക്സസൈസ് എന്നും ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.